നമ്മുടെ ശ്രീപത്മനാഭസ്വാമിയുടെ ആറാട്ടു മണ്ഡപത്തിൽ കുടുംബശ്രീയിലെ കമ്മിണി കുട്ടികൾ ഇറച്ചിവയ്പ് നടത്തി. ആറാട്ട് മണ്ഡപത്തിൽ കുടുംബശ്രീ മിഷന്റെ പരിപാടിയുടെ ഭാഗമായി മാംസാഹാരങ്ങൾ ഉൾപ്പെടെ ആറാട്ട് മണ്ഡപത്തിൽ പാകം ഒരു കാല് പോലുമില്ലാത്ത മീനുകൾ, 2 കാലുകളുള്ള കോഴികൾ, 4 കാലുകളുള്ള നാൽക്കാലികൾ, അതുപോലെ 8ഓളം കാലുകളുള്ള ഞണ്ടുകൾ, ഇവരുടെയൊക്കെ ഇറച്ചികളാണ് ആറാട്ട് മണ്ഡപത്തിലിട്ട് കുടുംബശ്രീ പെണ്ണുങ്ങൾ വേവിച്ചു വിളമ്പിയത്. ഒരു വികാര ജീവിയാണ് ഞാൻ. ഈ ശാരദയ്ക്കറിയാമോ? ഒരു സംശയം ഉണ്ടാവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി പോകുന്ന ഒരു കാര്യം പറയാം. 2 കാലുള്ള കോഴികൾ എന്ന് പറഞ്ഞത് മനുഷ്യ കോഴികളെ ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ. സത്യമായും ഹ്രസ്വദൂര പറവകളായിട്ടുള്ള പക്ഷിക്കോഴികളുടെ കാര്യമാണ് പോകാൻ പറഞ്ഞത്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. എന്തായാലും കടുത്ത ആചാര ലംഘനം നടന്നുവെന്ന വിമർശനം വന്നതോടുകൂടി നമ്മുടെ പോലീസ് കമ്മിണി പെണ്ണുങ്ങളുടെ അടുക്കള പൊളിച്ചടുക്കി. ലംഘിക്കപ്പെട്ടത് ഹൈന്ദവന്റെ ആചാരമായതിനാൽ മലയാള മതേതരത്വം ഒട്ടും തന്നെ തകർന്നു പോവില്ലല്ലോ അല്ലെ. അതുകൊണ്ടാവും പ്രമുഖ മാധ്യമങ്ങളൊന്നും സംഭവം അത്ര കണ്ട് വലിയ വാർത്തയൊന്നുമാക്കിയില്ല. ഈ ആചാര ലംഘനം എന്തുകൊണ്ട് പോങ്ങനൊരു വിഷയമാക്കി എടുത്തില്ല എന്ന് പലരും ചോദിച്ചു. പോങ്ങ പ്രേക്ഷകരായിട്ടുള്ള പലരും ചോദിച്ചു. അതൊരു ആചാര ലംഘനമായി പോങ്ങൻ കണക്കാക്കുന്നില്ല എന്നാണ് ആ ചോദ്യത്തിനുള്ള ശരിയായിട്ടുള്ള ഉത്തരം. അതിന്റെ കാരണവും തീർച്ചയായിട്ടും പോകാൻ പറയാം. ആചാര ലംഘനം എന്ന് കാണാവുന്ന പ്രവൃത്തി ഉണ്ടായത് കുടുംബശ്രീയിലെ കമ്മിണി കുട്ടികളിൽ നിന്നാണ് അല്ലെ. ഈ പോത്തിനും എരുമയ്ക്കുമൊക്കെ ഏത്തക്കായുടെ വില ഒട്ടും തന്നെ അറിയില്ല. കിട്ടിയ ഏത്തക്ക തിന്നാതെ ചവിട്ടിക്കുഴച്ച് ആ പോത്ത് ദമ്പതികൾ അതിന്റെ മേൽ ചാണകമിടുന്നത് കൊണ്ട് ഏത്തക്കയുടെ ഗുണത്തിന് എന്തേലും ദോഷം സംഭവിക്കുമെന്ന് കരുതുന്നതിൽ ന്യായമുണ്ടോ? പോങ്ങൻ അങ്ങനെ കരുതുന്നില്ല. ഏത്തക്കയുടെ ഗുണമറിയാത്ത പോത്തിനും എരുമയ്ക്കുമൊന്നും വച്ച് നീട്ടാതെ ഏത്തക്ക അതിന്റെ ഗുണമറിയാവുന്നവർ തന്നെ അനുഭവിക്കുകയാണ് വേണ്ടത്. അതാണ് എന്റെ ഒരു ന്യായം. ഈ പോത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പോങ്ങൻ മറ്റൊരു കാര്യം ഓർത്തത്. അതായത് നമ്മുടെ ഈ കുടുംബശ്രീയുടെ നിലവിലെ നായർ ശ്രീ MP രാജേഷ് അല്ലേ. MP രാജേഷിന് എന്ത് ആചാരം, എന്ത് ആറാട്ടു മണ്ഡപം? 4 കാലുള്ള ഒരു അസൽ പോത്തിന് പോലും ഈ കുടുംബശ്രീമാനേക്കാളും വകതിരിവും വിവേകവും മര്യാദയും ഒക്കെ ഉണ്ടാവും അല്ലെ. മനുഷ്യപ്പറ്റും കാണും ഇല്ലേ. അതുകൊണ്ട് തന്നെ ശംഖുമുഖത്ത് കുടുംബശ്രീ പെണ്ണുങ്ങൾ ഭക്ഷണോത്സവം നടത്താൻ നീക്കമിടുമ്പോൾ ആറാട്ടു മണ്ഡപത്തെ അടുക്കളയാക്കാനുള്ള സാധ്യത വളരെ മുൻകൂട്ടി കണ്ടത് തടയേണ്ടത് ആരായിരുന്നു? അത് ആരായിരുന്നു തടയേണ്ടത്? ആറാട്ടു മണ്ഡപത്തിന്റെ ചരിത്രപരമായിട്ടുള്ള മഹത്വവും വിശ്വാസപരമായിട്ടുള്ള പ്രാധാന്യവും അറിയുന്ന മനുഷ്യർ തീർച്ചയായിട്ടും അതിനായി ശ്രമിക്കണമായിരുന്നു, ശ്രദ്ധിക്കണമായിരുന്നു അല്ലെ. ഈ ഗോവിന്ദൻ മാഷുമാരുടെ പാർട്ടി ക്ലാസ്സിൽ പഠിച്ച് സാമൂഹ്യ ജീവിതം തുടങ്ങിയ ഇരുകാലി കമ്മികളിൽ നിന്ന് ഒരു മര്യാദയും പൊതുസമൂഹം ഒട്ടും തന്നെ പ്രതീക്ഷിക്കരുത്. എന്നാൽ ഹൈന്ദവ സമൂഹം തീർച്ചയായും പ്രതീക്ഷിക്കുകയും വേണം. മര്യാദയല്ല, ആകാവുന്ന നിലയ്ക്കുള്ള സകല ഉപദ്രവങ്ങളുമാണ് കമ്മികളിൽ നിന്ന് ഹൈന്ദവ സമൂഹം പ്രതീക്ഷിക്കേണ്ടത്. ആകാവുന്ന നിലയിലുള്ള ഉപദ്രവങ്ങൾ, അപാരമായ നിലയിലുള്ള അപമാനങ്ങൾ, അതാണ് പ്രതീക്ഷിക്കേണ്ടത്. അത്തരം പ്രതീക്ഷ വച്ചു പുലർത്തിക്കൊണ്ട് ഹൈന്ദവ സമൂഹം മതിയായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരുന്നു. ശംഖുമുഖത്ത് പോത്തും എരുമകളും കൂടി തീറ്റോത്സവം നടത്താനുള്ള നീക്കം നടത്തുമ്പോഴേ കരുതലെടുക്കേണ്ടിയിരുന്നത് ഹൈന്ദവ വിശ്വാസികളോ ഹൈന്ദവ സംഘടനകളോ ആയിരുന്നു. കാരണം ശംഖുമുഖം വെറുമൊരു കടൽ തീരമല്ല. ആറാട്ടുകടവ് എന്നതിന്റെ ലോകമറിയുന്ന വളരെ സുപ്രസിദ്ധമായിട്ടുള്ള ഒരു പര്യായമാണത് ശംഖുമുഖം. ഈ ആറാട്ടുകടവെന്നത് സംഘികൾ ചാർത്തിക്കൊടുത്ത ഒരു പേരല്ല കേട്ടോ. പകരം ശ്രീപത്മനാഭദാസന്മാർ നൂറ്റാണ്ടുകൾക്ക് മുന്നേ സമർപ്പണം നടത്തിയ ഒരു പേരാണത്. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. ശ്രീപത്മനാഭസ്വാമി, അതുപോലെ തന്നെ നരസിംഹമൂർത്തി, പിന്നെ നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി എന്നിങ്ങനെയുള്ള ഹൈന്ദവേശ്വരന്മാരെ എഴുന്നള്ളിച്ച് ആറാടിക്കുന്ന കടവാണത്. വൈരുദ്ധ്യാത്മക ഭൗതികവാദിയായിട്ടുള്ള ഏതേലും മഹിഷനാമധാരിയായിട്ടുള്ള മനുഷ്യന് രാജാവായി വാണുകൊണ്ട് നാട് അടക്കി ഭരിക്കാൻ ജനാധിപത്യവും മഠയ ജനതയും ഒന്നുചേർന്ന് അവസരം നൽകി എന്നത് തീർച്ചയായിട്ടും നേരാണ് എന്ന് കരുതി കമ്മി കീടങ്ങൾക്ക് വകതിരിവും വിവേകവും സഹജീവി സ്നേഹവും മര്യാദയും മാനവിക ബുദ്ധിയുമൊക്കെ ഉണ്ടാവുമെന്നാണോ? നല്ല ശേലായി. അതുകൊണ്ട് ആചാരലംഘന സാധ്യത മുൻകൂട്ടി കണ്ട് ആറാട്ടു മണ്ഡപത്തിന്റെ കാര്യത്തിൽ കരുതലെടുക്കേണ്ടിയിരുന്നത് ഹൈന്ദവ വിശ്വാസികളോ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വിയർക്കുന്ന സംഘടനകളോ ആയിരുന്നു എന്നാണ് പോങ്ങൻ ആവർത്തിച്ചു പറയുന്നത്. ആചാരലംഘനം നടന്നിട്ട് പ്രതിഷേധിക്കുക എന്നതല്ല, ആചാരലംഘന സാധ്യത മുൻകൂട്ടി കണ്ട് അതിനെ വളരെ ഫലപ്രദമായി പ്രതിരോധിക്കുക എന്നതാണ് ഹൈന്ദവ സംഘടനകളുടെ ചുമതല. ഹൈന്ദവ വിശ്വാസികളുടെ ചുമതലയും അതുതന്നെയാണ്. എങ്കിലും ഹൈന്ദവ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ വിയർക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന കൂട്ടരാണല്ലോ ഹൈന്ദവ സംഘടനകൾ. സ്വാഭാവികമായിട്ടും അത് അവരുടെ ചുമതലയാണ്, കർത്തവ്യമാണ്, കടമയാണ്. അല്ലാതെ ആചാരത്തെ കൊലയ്ക്ക് കൊടുത്തിട്ട് കൊല്ലപ്പെട്ട ആചാരങ്ങളുടെ സംരക്ഷകരാകാൻ നടക്കുന്നത് ശുദ്ധ ഊളത്തരമാണ്.
ഈ ആറാട്ടുകടവ് സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി 4 കൊല്ലം മുന്നേ തന്നെ നമ്മുടെ കുമ്മനം രാജശേഖരൻ പറഞ്ഞു വെച്ചത് പോങ്ങൻ ഓർക്കുന്നുണ്ട്. ആറാട്ടുകടവിന് നേരെ ഇതിനു മുമ്പും ഭീഷണി ഉയർന്നപ്പോൾ ജനസമൂഹം ഒന്നാകെ തന്നെ സംഘടിച്ചൊറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ ആറാട്ടുകടവിന്റെ പരിരക്ഷണം ഉറപ്പുവരുത്തിയതാണ്. ശംഖുമുഖത്തിന്റെ മുഖമുദ്രകളിൽ ഒന്നാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആ ആറാട്ടുമണ്ഡപം. അതിപുരാതനമായിട്ടുള്ള ആ ശിലാനിർമ്മിതിയുടെ ചരിത്രപരമായിട്ടുള്ള പ്രസക്തിയെപ്പറ്റിയും വിശ്വാസപരമായിട്ടുള്ള അതിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും കുമ്മനമെന്ന് വളരെ വിശാലമായ നിലയിൽ വാചാലനായി. എന്തായാലും ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ കുമ്മനത്തിന്റെ തോൽവി ഉറപ്പാക്കാൻ ശ്രദ്ധിച്ച അനന്തപുരിയിലെ മതേതര ഹിന്ദുക്കൾ നേമത്തു നിന്ന് മത്സരിച്ച കുമ്മനത്തെ വീണ്ടും തോൽപ്പിച്ചു. നിയമസഭ കാണിച്ചില്ല, തോൽപ്പിച്ചു കളഞ്ഞു. ആറാട്ടുമണ്ഡപം സംരക്ഷിക്കണമെന്ന് പറഞ്ഞ കുമ്മനത്തെ തോൽപ്പിച്ച നമ്മുടെ ശിവൻകുട്ടി സഖാവ് ആറാട്ടുമണ്ഡപത്തെ ഇപ്പോൾ ഇറച്ചിക്കുശിനിയാക്കി മാറ്റിയിട്ടുള്ള കുടുംബശ്രീ നാഥനായിട്ടുള്ള MP രാജേഷിനൊപ്പം മന്ത്രിപ്പണിയെടുത്ത് കുടുംബം പോറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആറാട്ടുമണ്ഡപത്തെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ കുമ്മനം രാജശേഖരനെ പോലും സംരക്ഷിക്കാൻ ത്രാണിയില്ലാത്ത ഹിന്ദുക്കൾക്ക് ആചാര ലംഘനത്തെപ്പറ്റി വേവലാതിപ്പെടാൻ അവകാശം ഒട്ടും തന്നെ ഇല്ല എന്നാണ് പോകന് പറയാനുള്ളത്. നമ്മുടെ അള്ളാഹുവിന് ഒരു അപമാനം വന്നാൽ ലോകം മുഴുവനുള്ള മുസ്ലിങ്ങൾ അള്ളാഹു സംരക്ഷണത്തിനായി പേശി മുഴപ്പിക്കില്ല, അല്ലെങ്കിൽ പേശി വിറപ്പിക്കില്ലേ? കർത്താവിന് എന്തേലും ക്ഷീണം പിണഞ്ഞാൽ ഭൗമഗോളത്തിലുള്ള സകല ക്രൈസ്തവരും കർത്താവിന് പിന്നിൽ അണിനിരക്കില്ലേ? നിരക്കും, ഇല്ലെങ്കിൽ നിരക്കണം. അതാണ് വേണ്ടത്. എന്നാൽ ഹൈന്ദവ ദൈവങ്ങൾക്ക് എന്തെങ്കിലും മനപ്രയാസം ഉണ്ടായാൽ, പക്ഷേ മതേതര ഹിന്ദുക്കൾ കാൽ വിരലുകളിലെ നഖം വെട്ടിയൊരുക്കുന്ന തിരക്കിൽ അങ്ങനെ അങ്ങ് കഴിയുകയുള്ളൂ. കുഴിനഖമുണ്ടെങ്കിൽ ഒന്ന് ഊതി തടവുക കൂടി ചെയ്യും, അത്രയേ ഉള്ളൂ. അതിനവരെ കുറ്റം പറഞ്ഞിട്ടോട്ട് കാര്യമില്ല കേട്ടോ. ക്രൈസ്തവനും മുസൽമാനും ഒരൊറ്റ ദൈവത്തിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ഒരൊറ്റ ദൈവത്തിന്റെ കാര്യം. എന്നാൽ ഹിന്ദുവിന്റെ കാര്യം അങ്ങനെ വലുതുമാണോ? ദൈവബാഹുല്യം കൊണ്ട് ഹിന്ദുക്കൾ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ പൊറുതിമുട്ടുകയാണ്. ദൈവബാഹുല്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. എന്തുമാത്രം ദൈവങ്ങളാണ്! എണ്ണിയെടുക്കാൻ കഴിയാത്ത, എണ്ണി ഒടുക്കാൻ കഴിയാത്ത അത്രയും ദൈവങ്ങൾ, അത്രയും ദൈവങ്ങൾ. അവനവന് വേണമെങ്കിൽ പോലും ദൈവമായി ഇവിടെ ജീവിക്കാൻ കഴിയും. ദൈവവിരോധിയായും വേണമെങ്കിൽ കഴിയാം കേട്ടോ. വിരോധികളോട് പോലും സ്നേഹം സൂക്ഷിക്കുന്ന സ്വഭാവമാണ് ഹിന്ദു ദൈവങ്ങൾക്കുള്ളത്. പിന്നെ എങ്ങനെ ഹിന്ദുക്കൾ നന്നാവും? ഹൈന്ദവരുടെ ഈശ്വരന്മാർ ദൈവവേല എടുത്തു തുടങ്ങുന്ന കാലത്തൊന്നും യാതൊരു മത്സരവും അവർക്ക് നേരിടേണ്ടി വന്നിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം. അതുകൊണ്ടാവും അവർ ഈ മട്ടിലുള്ള പെരുമാറ്റവും പ്രവൃത്തിയും ഒക്കെ ആയിട്ട് അങ്ങ് പോയത്. ഒരു ശുഷ്കാന്തിയില്ല, ഒരു കൂസലുമില്ല, ചുമ്മാ അലസമായിട്ട് അവരങ്ങ് വാണു. ഈ ഇതരമത ദൈവങ്ങളൊക്കെ ഭൂമിയിലേക്ക് പിറവി കൊള്ളുന്നത് പിന്നെയും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ്, അല്ലേ? സത്യം പറഞ്ഞാൽ ഈ 1500 1600 കൊല്ലങ്ങൾക്ക് മുന്നേ ജനിച്ചിട്ടുള്ള ഒരു ദൈവമാണ് ഒരുമാതിരി റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ മട്ടിൽ പെരുമാറി തുടങ്ങിയത്. അതാണ് ഒട്ടുമിക്ക സമാധാനക്കേടിന്റെ തുടക്കം എന്നാണ് പോകുന്നത് തോന്നുന്നത്. ഈ ഭൂമി അദ്ദേഹത്തിന്റെ മാത്രമാണെന്ന് തന്റെ അനുയായികളെ ആ ഇളം ദൈവം വിശ്വസിപ്പിച്ചു കളഞ്ഞു. ഒരുമാതിരി പോക്കണം കെട്ട ഫാസിസ്റ്റിനെ പോലെ മറ്റൊരു ദൈവത്തെയും ഈ മണ്ണിൽ വാഴാൻ വിടില്ലെന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. ഈ ഏക പങ്കാളി എങ്ങനെ ദാമ്പത്യ വിശുദ്ധിക്ക് മാറ്റുപകരുമോ? ഏക പങ്കാളി അത് എങ്ങനെയാണ് ദാമ്പത്യ വിശുദ്ധിക്ക് മാറ്റുപകരുന്നത്? അതേ മട്ടിലുള്ള സാംസ്കാരിക ഔന്നത്യമാണ് ഏക ദൈവം എന്ന സങ്കല്പം വിശ്വാസ വിശുദ്ധിക്ക് പകർന്നു നൽകുന്നത്. അങ്ങനെ ഒരു അരുളിപ്പാടും അദ്ദേഹത്തിൻ്റെ വകയായി സംഭവിച്ചു. അതുകൊണ്ട് മറ്റു ദൈവങ്ങളെ തൻ്റെ വിശ്വാസികൾ മാനിക്കാൻ നിൽക്കരുതെന്നും, തക്കം കിട്ടിയാൽ അവറ്റകളെ, ആ വിശ്വാസികളെ മുന്നുപിന്നു നോക്കാതെ തട്ടിക്കോണമെന്നും ആ ജൂനിയർ ദൈവം ഉത്തരവിട്ട് കളഞ്ഞു. തനിക്ക് വേണ്ടി ചത്തുപണിയെടുക്കുന്നവർക്ക് ചാവാനന്തരം വളരെ വലിയ ആഡംബര സൗകര്യങ്ങളും ആ ജൂനിയർ ദൈവം ഏർപ്പെടുത്തി കൊടുത്തു. അനുസരണയുള്ള നായ്ക്കൾക്ക് വായിൽ എന്തെങ്കിലും വെച്ചു കൊടുക്കൂല, ഈ മറ്റേ എന്താ തന്നെ പറഞ്ഞ സമ്മാനം, ഗിഫ്റ്റോ അല്ല അങ്ങനെ എന്തോ പറയല്ലോ എന്ന് എനിക്കതിൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ആ ഒരു സംവിധാനത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു പ്രോത്സാഹനം, അതായത് മദ്യം മുതൽ മലമുലകളുള്ള മദിരാക്ഷികൾ വരെ ആ വാഗ്ദാനങ്ങളിൽ പെടും. കൊന്നു ചത്ത് ചെന്നാ മതി, അവിടെ കിട്ടും മലമുലകളുള്ള മദിരാക്ഷിയും മധുരമുള്ള മദ്യവും. എന്നാൽ ഹിന്ദു ദൈവങ്ങൾ ഭക്തർക്ക് യാതൊന്നും നൽകിയില്ല. ഞങ്ങളല്ല, നിന്റെ കർമ്മമാണ് നിനക്കുള്ള ഫലം നൽകേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷോപലക്ഷം വരുന്ന ഹിന്ദു ദൈവങ്ങൾ ഒറ്റക്കെട്ടായി കൈകഴുകി കളഞ്ഞു. അതോടെ സ്വാർത്ഥരായിട്ടുള്ള ഹിന്ദുക്കൾ അമാന്തം കൂടാതെ കമ്മ്യൂണിസ്റ്റുകളായി. ഇതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അതായത് ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് ജീവിക്കാൻ പഠിച്ചവരാ. ഇത് പറഞ്ഞു തീരട്ടെ. ആരോട് പറയാൻ? വൈരുദ്ധ്യാത്മക ഭൗതികവാദമെന്ന മാർസിൻ പ്രപഞ്ച വീക്ഷണം ഇന്നത്തെ പരിതസ്ഥിതിയിൽ നമ്മൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ പ്രായോഗികത. തീർച്ചയായിട്ടും സമയത്തെ മാനിച്ച് തൽക്കാലം നിർത്തുകയാണ്. 1.5 മണിക്കൂർ നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ
ദാർശനിക പ്രശ്നം തന്നെ കൈകാര്യം ചെയ്തു. അതിന്റെ അകത്തുള്ള ഒരു ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങളോട് പറയുന്നു മാത്രമേ ഉള്ളൂ. ആരോട് പറയാൻ? Sitting in silence like 4 feet apart, and there's so many things that I wish I could say, but I don't. No, I just don't.